റഷ്യയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി. ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുന്ന രാജ്യമാണെന്നും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ കാരണം ഇന്ത്യ തന്റെ നിലപാട് മാറ്റമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക്സ് ഫോറത്തിന്റെ പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുടെ മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയെക്കുറിച്ച് വളരെ പോസിറ്റീവായാണ് പുടിൻ സംസാരിച്ചത്. ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ഇന്ത്യയെന്നും റഷ്യയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും പുടിൻ പ്രശംസിച്ചു. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നേതാവാണ് മോദിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി മോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് പുടിൻ പറഞ്ഞത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണം കുറയ്ക്കാനോ അവസാനിപ്പിക്കാനോ മറ്റു രാജ്യങ്ങൾ ശ്രമിച്ചാലും ഇന്ത്യ അതിന് വഴങ്ങില്ല എന്നാണ് പുടിന്റെ വിലയിരുത്തൽ. രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും ഗുണകരമായ കാര്യങ്ങളാണ് ഇന്ത്യ പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും അടുത്ത സഹകരണം തുടരുകയാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ വിവിധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷവും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നു. ഇതിന്റെ പേരിൽ ചില രാജ്യങ്ങൾ ഇന്ത്യയെ വിമർശിക്കുകയും സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ എല്ലായ്പ്പോഴും തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമായ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമെന്ന നിലപാടാണ് രാജ്യം സ്വീകരിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് പുടിന്റെ പുതിയ പ്രതികരണം ശ്രദ്ധ നേടുന്നത്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ അമേരിക്കയുമായുള്ള ഈ അടുത്ത ബന്ധം റഷ്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന അഭിപ്രായം ശരിയല്ല എന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നതിൽ റഷ്യയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം വളരുന്നതുകൊണ്ട് റഷ്യയ്ക്ക് തടസ്സമൊന്നുമില്ല. ഇന്ത്യ പല രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല എന്നാണ് പുടിൻ പറഞ്ഞത്. ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും സന്തുലിതമായ രീതിയിലാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ വിവിധ ശക്തികളുമായി ഒരേ സമയം നല്ല ബന്ധം നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചും പുടിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വേഗത്തിൽ വളരുകയാണെന്നും അടുത്ത വർഷങ്ങളിൽ അത് $100 ബില്യൺ എത്തുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാര രംഗത്ത് ഇരു രാജ്യങ്ങളും വലിയ സാധ്യതകളാണ് കാണുന്നതെന്ന് പുടിൻ വ്യക്തമാക്കി. എണ്ണയും വാതകവും മാത്രമല്ല, കാർഷികം, വ്യാവസായികം, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലും സഹകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായാലും ആ ബന്ധത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്ന് പുടിൻ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഇന്ന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയുടെ വളർച്ച വളരെ ശ്രദ്ധേയമാണ്. ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നാണ് പുടിന്റെ അഭിപ്രായം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ സേവനങ്ങൾ, വ്യാവസായിക നിക്ഷേപങ്ങൾ, സ്റ്റാർട്ടപ്പ് മേഖലയുടെ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയുടെ പുരോഗതിക്ക് സഹായമായി എന്ന് വിലയിരുത്തപ്പെടുന്നു. ലോകത്തെ നിരവധി രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ പ്രധാന സാമ്പത്തിക പങ്കാളിയായി കണക്കാക്കുന്നുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. ഭാവിയിലും ഇന്ത്യയുടെ വളർച്ച തുടരുമെന്ന് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പങ്കുവച്ചു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വരും വർഷങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് പുടിൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും പരസ്പരം ഗുണകരമായ നിരവധി പദ്ധതികൾ മുന്നിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്ന ശേഷിയും ദേശീയ താൽപര്യങ്ങൾക്കുള്ള പ്രതിബദ്ധതയും പ്രശംസിച്ചാണ് പുടിൻ തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന രാജ്യമാണെന്ന സന്ദേശമാണ് പുടിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരുന്നതായും ഭാവിയിൽ അത് കൂടുതൽ വളരാനുള്ള സാധ്യത ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.